നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സി എൻ്റെ അരികിലേക്ക് നടന്നു വന്നിട്ട് എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ചോദിച്ചു, അപ്പോൾ നമ്മൾ ഒരുമിച്ച് ബാഴ്സലോണയിലേക്ക് പോവുകയല്ലേ? തൻ്റെ അനുഭവം ഒരിക്കൽ കൂടി വിശദമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ബ്രസീലിയൻ താരം പൗലീഞ്ഞോ. നേരത്തെയും പറഞ്ഞതാണ് താൻ ബാഴ്സലോണയിലേക്ക് എത്താനുണ്ടായ കാരണം ലിയോ മെസ്സി ആയിരുന്നു എന്ന്. ആ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അദ്ദേഹം ഒരു ചൈനീസ് ക്ലബിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിന്നെ ബാഴ്സലോണയ്ക്ക് വേണ്ടി ജേഴ്സി അണിയുന്ന പൗലീഞ്ഞോയെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം അവിടെ വിട്ട് ചൈനയിലേക്ക് തന്നെ പോകുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും താൻ എങ്ങനെ ബാഴ്സലോണയിലേക്ക് എത്തി എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് ഇപ്പോൾ പൗലീഞ്ഞോ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീലും അർജന്റീനയും തമ്മിലുള്ളൊരു സൗഹൃദ മത്സരം. മെസ്സി എൻ്റെ അരികിലേക്ക് നടന്നു വന്നു. ഞങ്ങൾ ഫ്രണ്ട്ലി മത്സരം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് ആ കളി ഉണ്ടായിരുന്നത്. റഫറി ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു ഫൗള് വിധിച്ചു. ഫ്രീ കിക്ക് എടുക്കാൻ വേണ്ടി ഞാനും വില്യനും ബോളിനരികിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ലിയോ എൻ്റെ അരികിലേക്ക് നടന്നു വന്നിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു, സോ നമ്മൾ ഒരുമിച്ച് ബാഴ്സലോണയിലേക്ക് പോവുകയല്ലേ? ഞാൻ തീർച്ചയായിട്ടും അത്ഭുതപ്പെട്ടു പോയി. മെസ്സി കൂടുതൽ ഒന്നിനും നിന്നില്ല. എന്നിട്ട് തിരിഞ്ഞങ്ങ് നടന്നു. ആ ഒരു സമയത്ത് എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. ഞാൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്നെ നിങ്ങൾ കൊണ്ടുപോകുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ഞാനും തിരിച്ചു പറഞ്ഞു. ശരിക്കും ആ സമയത്ത് ഞാൻ ചൈനീസ് ലീഗിൽ ഗാങ്ഷോവിന് വേണ്ടി കളിക്കുകയായിരുന്നു. ആരും ആ ഘട്ടത്തിൽ ബാഴ്സലോണയ്ക്ക് എന്നിൽ താല്പര്യമുണ്ട് എന്ന് വിശ്വസിക്കുമായിരുന്നില്ല. ഞാനും വിശ്വസിച്ചിട്ടില്ല. മെസ്സി തമാശ പറയുകയാണെന്നാണ് ഞാൻ കരുതിയത്. പ്രത്യേകിച്ച് ആ മത്സരത്തിൽ എന്നെ ഒന്ന് കൺഫ്യൂഷൻ ആക്കുക, എൻ്റെ പ്രകടനം ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടി, എൻ്റെ മനസാന്നിധ്യം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ മറ്റ് ചിന്തകൾ നിറക്കാൻ വേണ്ടിയാണോ ലിയോ അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അതൊരു ഫ്രണ്ട്ലി മത്സരമാണല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന ഡൗട്ട് എൻ്റെ മനസ്സിൽ ഉയർന്നു വരികയും ചെയ്തു. കളി കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ഏജന്റിനെ വിളിച്ചു പറഞ്ഞു, ബോസ് നിങ്ങളൊന്ന് നോക്ക്, ഞാനിത് കേട്ടിട്ട് വളരെ ക്രേസിയാണ്. ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ, ഇങ്ങനൊരു ശ്രമം ബാഴ്സയുടെ ഭാഗത്തുണ്ടോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വളരെ ഡെസ്പറേറ്റ് ആയിരുന്നു. നെയ്മറോട് ഞാൻ മെസ്സേജ് അയച്ച് ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ എന്തെങ്കിലും നിനക്കറിയാമോ എന്ന്. എന്തായാലും ഒരു മാസത്തിന് ശേഷം എൻ്റെ ഏജന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡീൽ കംപ്ലീറ്റ് ആയിരിക്കുന്നു, ബാഴ്സലോണയിലേക്ക് വന്നോളൂ, പേപ്പറുകൾ സൈൻ ചെയ്യാനുണ്ട് എന്ന്. ഇതാണിപ്പോൾ പൗലീഞ്ഞോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബ്രസീലിയൻ താരം പൗലീഞ്ഞോ ബാഴ്സലോണയിൽ പോയി കളിച്ചത് തീർച്ചയായിട്ടും ലിയോ മെസ്സിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ് എന്നത് ആ കാലത്ത് തന്നെ പരസ്യമായ രഹസ്യമായിരുന്നു. ഇപ്പൊ ഇത് യഥാർത്ഥത്തിൽ നടന്നത് ഒരു ബ്രസീൽ അർജന്റീന മത്സരത്തിനിടക്കാണ് എന്ന കാര്യമാണ് പൗലീഞ്ഞോ തുറന്നു പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.